അപ്പോൾ നമ്മള് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലെ പഴയ വിജയത്തിലേക്കും നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായിക്കോട്ടെ, നിങ്ങളുടെ ഉള്ളിൽ പ്രാർത്ഥന അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തോട് മുട്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നില്ലേ, ആ പ്രാർത്ഥനയ്ക്ക് എന്തായാലും ഉത്തരം കിട്ടിയിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ 2016 വിസിറ്റ് വിസയിൽ വന്നു. അപ്പോൾ 3 മാസത്തെ വിസിറ്റിംഗ് വിസ ആയിരുന്നു ജോലി അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. എനിക്കൊരു പീരീഡ് അങ്ങനെ 1 മാസം കുറേ അന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞ് അവസാനം ഒരു ഓഫീസ് ബോയുടെ ജോലി കിട്ടി. അങ്ങനെ 2 മാസം അവിടെ വർക്ക് ചെയ്തു. അവർ വിസയൊന്നും അടിച്ചു തന്നില്ല, നാട്ടിൽ പോയിക്കാൻ പറഞ്ഞു, നാട്ടിൽ നിന്ന് വിസ അയക്കാൻ പറഞ്ഞു. പക്ഷേ ആ പോകുന്ന ലാസ്റ്റ് ഡേ 2 മാസം അവിടെ വർക്ക് ചെയ്ത ലാസ്റ്റ് സമയത്ത് ഞാൻ നാളെ നാട്ടിൽ പോകും. അപ്പോൾ അന്ന് വൈകുന്നേരം എനിക്കവിടെ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല വർക്ക് ചെയ്യാൻ. ഒന്നാമത് ഓഫീസ് ബോയ് ആയിരുന്നു എൻ്റെ റോൾ അവിടെ. പക്ഷെ അതൊരു പുതിയ ഓഫീസായിരുന്നു. ആകെ ഗെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു ഓഫീസും ക്യാബിനും, പക്ഷെ പുതിയ സ്റ്റാഫുകളൊന്നും വെച്ചിട്ടില്ല അവിടെ. അങ്ങനെ അവിടെ റൂമാണെങ്കിൽ മേലെ, അല്ലാണെങ്കിൽ വേറെ പാകിസ്ഥാനികൾ കിടക്കുന്നതിന് ആകെ എന്തൊക്കെയോ തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എന്ത് ചെയ്യാം, ഞാൻ ഒന്ന് വൈകുന്നേരം പള്ളി കയറിയിട്ട് അവസാനത്തെ പ്രാർത്ഥന എന്ന രീതിയിൽ ഞാൻ ദൈവത്തോട് ഇങ്ങനെ ഉള്ളുരുകി പ്രാർത്ഥിക്കുക എന്ന് പറയില്ല, അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ഇനി ആകെ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഇവിടെ. അതിൻ്റെ ഇടയിൽ വേറെ എവിടെയെങ്കിലും എനിക്ക് നല്ല ജോലി ശരിയാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി. ഇപ്പം എനിക്ക് ഒരു കോള് വന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം, അതും പെപ്സി കമ്പനി, യുഎയിൽ തന്നെ വലിയ കമ്പനി ആയിട്ടുള്ള പെപ്സി കമ്പനീൻ്റെ അണ്ടറിൽ വേറൊരു കമ്പനി ആയിരുന്നു, നാഷണൽ റിഫ്രഷ്മെൻറ്റ്. അവിടെ എനിക്കൊരു കോള് വന്നു. പെട്ടെന്ന് ഞാൻ ഓടിച്ചെന്നു. എനിക്ക് ആകെ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നത്. ഓടിച്ചെന്നു, മാനേജറെ കണ്ടു. മാനേജർ നാട്ടിലോട്ട് വിസ അയച്ചുതരാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് വലിയ ഭാഗ്യം. പക്ഷെ നമ്മൾ ശ്രമിക്കണം. താൻ ദൈവം പാതി എന്നാണല്ലോ. അപ്പോൾ എൻ്റെ ശ്രമം എന്ന് പറഞ്ഞത് ഈ 2 മാസം മുന്നേ നോമ്പ് സമയമായിരുന്നു. അപ്പോൾ പെപ്സി കമ്പനിയിലോട്ട് ഞാൻ CV ഡ്രോപ്പ് ചെയ്യാൻ പോയി. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അവിടെ വേറൊരു കമ്പനി ഉണ്ടായിരുന്നു, 7up കാനഡ ഡ്രൈ എന്ന് പറയുന്ന ഒരു കൂൾ ഡ്രിങ്ക്സിൻ്റെ കമ്പനി. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ പുറത്തൂടെ പോകുമ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, നീ ഇവിടെ CV കൊടുത്ത് നോക്ക്, നോമ്പ് കഴിഞ്ഞിട്ട് നിന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ശ്രമം ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തി. ഇല്ലെങ്കിൽ എൻ്റെ ലൈഫ് വേറെ രീതിയിലൊക്കെ പോവായിരുന്നു. പക്ഷെ നമ്മൾ ഏത് സാഹചര്യത്തിലും പ്രാർത്ഥന. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, എൻ്റെ ചേട്ടൻ നാട്ടിലായിരുന്നു. അവന് ഇങ്ങനെ ജ്യൂസ് കടയിലൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ പ്രാർത്ഥന നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കും, ദൈവമേ എനിക്കൊരു ചേട്ടനുണ്ട്, അവന് ഇവിടെ എവിടെയെങ്കിലും ഒരു ജോലി, അങ്ങനെ നല്ലൊരു ജോലി, അങ്ങനെ പ്രാർത്ഥിച്ച് ഞാനൊരു ദിവസം രാത്രി ഒരു ഹോട്ടലിൽ കൂടെ പോകുമ്പോൾ അവിടുത്തെ ഉള്ള ആൾ പറഞ്ഞ്, ഇവിടെ ഒരു ജ്യൂസ് മേക്കറെ വേണം, നാളെ തന്നെ ആളെ കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ചേട്ടനുണ്ട് നാട്ടിലാണ്, ആള് ജ്യൂസ് മേക്കർ ഇതൊക്കെ അറിയാം, ട്രിവാൻഡ്രത്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, അയാൾ മതി, നാളെ തന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടനെ കൊണ്ടുവന്നു. അപ്പോൾ ചേട്ടൻ ഇപ്പോഴും ഇവിടെ ഉണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രപഞ്ചം എന്ന സത്യം ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് വിശ്വാസം വേണം. പിന്നെ ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഇതിലൊന്നും വിശ്വസിക്കരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ ഓരോരുത്തർക്കും ഓരോരോ വിശ്വാസമാണ്, ഓരോരുത്തർക്കും ഓരോരോ ലൈഫാണ്, ഓരോരോ പാടാണ്, ഓരോരോ ചോദ്യാവലിയാണ്. ലൈഫ് എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. നമ്മൾ ലൈഫിൽ നമുക്ക് സ്ട്രഗിൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് വളർച്ച ഉണ്ടാകുള്ളൂ. അല്ലാതെ നമ്മളൊരു സേഫ് സോണിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് വളരാനോ ഒന്നും കഴിയില്ല. ചില വഴികൾ നമുക്ക് ഒറ്റയ്ക്ക് താങ്ങണം. അത് താങ്ങിയാലേ നമ്മൾ ജീവിതം പഠിക്കുള്ളൂ.